അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: എനിക്കു ശേഷം നിങ്ങൾ സ്വാർത്ഥതകൾ കാണും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അനിഷ്ടകരമായ ഒരുപാട് സംഭവ വികാസങ്ങളും അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ സഹാബിവര്യന്മാർ ചോദിച്ചു, ആ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പ്രവാചകരെ അങ്ങ് നിർദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ നിർവഹിക്കണം. നിങ്ങൾ നിർവഹിക്കേണ്ടത് ഹക്ക് നിങ്ങൾ നിർവഹിക്കേണ്ടതാണ്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യണം. നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാട് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, വളരെ ശ്രദ്ധേയമാണ്. സ്വാർത്ഥതകളും ഏകാധിപത്യ പ്രവണതകളും അവനവന് വേണ്ടി മാത്രം എന്ന ചിന്തകളുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം ചെയ്യുകയും ചെയ്യേണ്ടായത്. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, പ്രവാചകന്റെ ശിക്ഷണം ഏറ്റുവാങ്ങിയ ഒരു മുസ്ലിം എന്ന നിലയിൽ, നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകാനുള്ള അനുഗ്രഹങ്ങൾ എന്താണോ അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ നമ്മൾ നിർവഹിച്ച് പൂർത്തീകരിക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ യാതൊരുവിധ സ്വാർത്ഥതക്കും വിധേയമാകാതെ പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വിധേയമായി ജീവിക്കുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാൻ അതിന് നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.